ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. IPL ഓപ്ഷനിൽ ടീമുകളുടെ ഓപ്ഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കുമെന്ന വീഡിയോ സീരീസാണ് ഇപ്പോൾ മേക്ക് സ്റ്റുഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 3 എപ്പിസോഡുകൾ അല്ലെങ്കിൽ 3 വ്യത്യസ്ത ഫ്രാഞ്ചൈസികളുടെ ഓപ്ഷൻ സ്ട്രാറ്റജി വീഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് മേക്ക് സ്റ്റുഡിയോ എത്തിച്ചിട്ടുണ്ട്. RCBയുടെയും RRൻ്റെയും ഏറ്റവും റീസെൻ്റായി MIയുടെയും ഓപ്ഷൻ സ്ട്രാറ്റജി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതിൻ്റെ 4ാമത്തെ എപ്പിസോഡുമായിട്ടാണ്. 4ാം എപ്പിസോഡിൽ കഴിഞ്ഞ IPL ചാമ്പ്യന്മാരായിട്ടുള്ള KKRൻ്റെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഓപ്ഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ KKRൻ്റെ ടാർഗറ്റഡ് പ്ലെയേഴ്സ് ആരൊക്കെയായിരിക്കും എന്ന വീഡിയോ ആണ് നിങ്ങളുടെ മുൻപിലേക്ക് ഇപ്പോൾ എത്താൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾ കൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കഴിഞ്ഞ IPL സീസണിലെ ചാമ്പ്യന്മാരായിട്ടുള്ള KKR ഇത്തവണ ഒരുപാട് സർപ്രൈസുകൾ നിറഞ്ഞതായിരുന്നു KKRൻ്റെ റിട്ടൻഷൻ ലിസ്റ്റ്. IPL കിരീടം നേടിത്തന്ന ക്യാപ്റ്റനെ തന്നെ IPL ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഫ്രാഞ്ചൈസി നിലനിർത്താതിരിക്കുന്നത്. സോ ഇത്തവണ KKR ആ ഒരു ക്രൂഷ്യൽ തീരുമാനം തന്നെയായിരുന്നു എടുത്തത്. തങ്ങൾക്ക് കഴിഞ്ഞ IPL കിരീടം നേടിത്തന്ന ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരെ KKR ഇത്തവണ നിലനിർത്തിയിട്ടില്ല. ആന്ധ്ര റസലിനെയും റിങ്കു സിംഗിനെയും സുനിൽ നരേനെയും വരുൺ ചക്രവർത്തി, ഹർഷദ് റാണ, രമൺദീപ് സിംഗ് എന്നിവരെയായിരുന്നു KKR ഇത്തവണ റീറ്റെയിൻ ചെയ്തത്. 19 സ്ലോട്ടുകളാണ് ഇനി KKRന് ഓപ്ഷനിൽ ഫില്ല് ചെയ്യാനായി ബാക്കിയുള്ളത്. 6 വിദേശ താരങ്ങളെയും അവർക്ക് സ്ക്വാഡിലേക്ക് ആവശ്യമുണ്ട്. സോ KKR ഇനി ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പ്ലെയേഴ്സിനെ വേണ്ടതെന്ന് നോക്കാം. പ്രധാനമായും ഒരു ക്യാപ്റ്റനെ അവർക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, നിലവിൽ അവരുടെ റിട്ടൻഷൻ ലിസ്റ്റ് പരിശോധിക്കാൻ ഒരു ക്യാപ്റ്റൻസി എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതിനാൽ തന്നെ ഓപ്ഷനിലൂടെ ഒരു ക്യാപ്റ്റനെ KKR തേടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ടോപ്പ് ഓർഡർ ബാറ്റർമാർ കഴിഞ്ഞ സീസണിലടക്കം ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു KKRൻ്റെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ഓപ്പണിങ്ങിൽ സുനിൽ നരേനും ഫിൽ സോൾട്ടും ചേർന്ന് ഒരു ആദ്യത്തെ പവർ പ്ലേ അടക്കം വളരെ മികച്ച റൺ നിരക്ക് ഉയർത്തുന്നതിനാൽ തന്നെ KKRൻ്റെ ടോപ്പ് ഓർഡർ ബാറ്റർമാർക്ക് അധികം കഴിഞ്ഞ സീസണിൽ വിയർക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഇത്തവണ ഫിൽ സോൾട്ടിനെ KKR റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സാഹചര്യത്തിൽ ടോപ്പ് ഓർഡറിൽ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് KKRന്. അതോടൊപ്പം തന്നെ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററെ കൂടി അവർക്ക് ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് ഓൾറൗണ്ടേഴ്സിനും സ്വാഭാവികമായിട്ട് കുറച്ച് ബോളർമാരെ കൂടിയാണ് KKRന് ഇനി ഓപ്ഷനിലൂടെ സ്വന്തമാക്കാനായിട്ടുള്ളത്. സോ KKRൻ്റെ ടാർഗറ്റ് പ്ലെയേഴ്സ് ആരൊക്കെയാണ്? ഒന്നാമതേയും അല്ലെങ്കിൽ അവർ പ്രധാനമായും ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് ഇത്തവണ IPL ഓപ്ഷനിലേക്ക് എത്താൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ സീനിയർ താരമായിട്ടുള്ള KL രാഹുലിനെ തന്നെയായിരിക്കും. രാഹുലിനെ കൊണ്ടുവരികയാണെങ്കിൽ KKRനെ സംബന്ധിച്ച് ക്യാപ്റ്റൻസിയിലേക്കും ഒപ്പം ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ട് കൂടി KL രാഹുലിനെ അവർക്ക് പരിഗണിക്കാൻ സാധിച്ചേക്കും. സോ KL രാഹുൽ എത്തുകയാണെങ്കിൽ നമുക്കറിയാം, ഓപ്പണിങ്ങിൽ സുനിൽ നരേൻ ലെഫ്റ്റ് ഹാൻഡഡ് ഇടങ്കൈൻ ബാറ്ററാണ്. സോ നരേനൊപ്പം ഒരു വലങ്കൈൻ ബാറ്ററായിട്ട് കൂടി ഓപ്പണിംഗ് ബാറ്ററായിട്ട് കൂടി KL രാഹുലിനെ കൊണ്ടുവന്നാൽ KKRന് ആ ഒരു ഓപ്പണിംഗ് ജോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. പിന്നീട് അവർ ടാർഗറ്റ് ചെയ്യുക സ്വാഭാവികമായിട്ടും ജോസ് ബട്ട്ലർ, ഋഷഭ് പന്ത്, ഫിൽ സോൾട്ട് തുടങ്ങിയ താരങ്ങളായിരിക്കും. ഫിൽ സോൾട്ട് നമുക്കറിയാം കഴിഞ്ഞ IPL സീസണിൽ KKRൻ്റെ താരമായിരുന്നു. ജേസൺ റോയ്ക്ക് പകരം ബാക്കപ്പായിട്ട് വന്ന പ്ലെയർ കഴിഞ്ഞ സീസണിൽ വളരെ മികച്ച പ്രകടനമായിരുന്നു KKRൻ്റെ ഓപ്പണിങ്ങിൽ നരേനൊപ്പം കാഴ്ചവെച്ചത്. സോ ജോസ് ബട്ട്ലറേയും ഫിൽ സോൾട്ടിനെയും അതോടൊപ്പം ഋഷഭ് പന്ത്, KL രാഹുൽ തുടങ്ങിയ മാർക്യൂ പ്ലെയേഴ്സിനെ KKR ടാർഗറ്റ് ചെയ്തേക്കും. അതോടൊപ്പം തന്നെ റഹ്മാനുള്ള ഗുർബാസ്, നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ പ്ലെയറായിട്ടുള്ള ഗുർബാസ് KKRന് വേണ്ടി കഴിഞ്ഞ കുറേ IPL സീസണുകളിൽ വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് കാര്യം അല്ലെങ്കിൽ അത്ര അവസരങ്ങൾ ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ പോലും KKRനെ സംബന്ധിച്ച് അവരുടെ ഒരു നിരയിലൊരു വളരെ മികച്ച ഒരു കെൽപ്പുള്ള പ്ലെയർ തന്നെയായിരുന്നു റഹ്മാനുള്ള ഗുർബാസ്. സോ ഗുർബാസിന് ഇത്തവണ ഓപ്ഷനിലൂടെ തിരികെ കൊണ്ടുവരാൻ ഒരു ലോ ബഡ്ജറ്റിൽ ലോ പ്രൈസിൽ ഗുർബാസിനെ തിരികെ കൊണ്ടുവരാൻ KKR ശ്രമങ്ങൾ നടത്തിയേക്കും. പിന്നീട് അവർ നോക്കുക ടോപ്പ് ഓർഡർ അല്ലെങ്കിൽ മിഡിൽ ഓർഡർ ബാറ്റിങ്ങിൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ടുള്ള കുറച്ച് ബാറ്റർമാരായിരിക്കും. നമുക്ക് ശ്രേയസ് അയ്യരെ തവണ KKR റിലീസ് ചെയ്തിട്ടുണ്ട്. സോ അതിനുവേണ്ടി അവർ നോക്കാൻ പോകുന്നത് രാഹുൽ ത്രിപാഠി ആയിരിക്കും. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ താരമായിരുന്നു ത്രിപാഠി. കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് ലഭിച്ച അവസരങ്ങളിലൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്യാൻ ത്രിപാഠിക്ക് സാധിച്ചിട്ടുണ്ട്. സോ രാഹുൽ ത്രിപാഠി ഇത്തവണ KKR തങ്ങളുടെ മിഡിൽ ഓർഡറിൽ ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ കൊണ്ടുവന്നേക്കും. അതോടൊപ്പം തന്നെ KKR കഴിഞ്ഞ സീസണിൽ അവരുടെ നിരയിൽ കളിപ്പിച്ച അൺക്യാപ്ഡ് പ്ലെയറായിട്ടുള്ള അങ്കറിഷ് രഘുവൻഷി അതായത് ഇത്തവണ KKR റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ രഘുവൻഷിയും വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിൽ KKR ജേഴ്സിയിൽ കാഴ്ചവെച്ചത്. സോ രഘുവൻഷി കൂടി ഒരു ലോ ബഡ്ജറ്റിൽ KKR ഓപ്ഷനിലൂടെ തിരികെ കൊണ്ടുവന്നേക്കും. പിന്നീട് അവർ നോക്കാൻ പോകുന്നത് തങ്ങളുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് സെറ്റ് ചെയ്യാനായിരിക്കും. സോ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രധാനമായും അവർ നോക്കാൻ പോകുന്നത് ഇത്തവണ ഓപ്ഷനിലേക്ക് വരാൻ പോകുന്ന എക്സ്പീരിയൻസ്ഡ് ഇന്ത്യൻ പ്ലെയറായിട്ടുള്ള ഭുവനേശ്വർ കുമാറിനെ ആയിരിക്കും. നമുക്കറിയാം അധികം ടീമുകൾ ഭുവനേശ്വർ കുമാറിനെ കൊണ്ടുവരാൻ രംഗത്ത് വന്നേക്കില്ല. അങ്ങനെയാണെങ്കിൽ ലോ ബഡ്ജറ്റിൽ അദ്ദേഹത്തെ കൊണ്ടുവരാൻ KKRന് സാധിച്ചേക്കും. 55 കോടി രൂപ കയ്യിലുള്ള KKRനെ സംബന്ധിച്ച് ഒരുപക്ഷെ ലോ ബഡ്ജറ്റിൽ ഭുവനേശ്വർ കുമാറിനെ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചേക്കും. നമുക്കറിയാം എയർലി വിക്കറ്റ് ടേക്കറാണ്. ന്യൂ ബോളിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ബോളറാണ് ഭുവനേശ്വർ കുമാർ. സോ ഭുവനേശ്വർ കുമാറിനെ പോലെ ഒരു ഇന്ത്യൻ എക്സ്പീരിയൻസ്ഡ് പ്ലെയർ കൊണ്ടുവന്നാൽ
അവർക്ക് അത് തങ്ങളുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നുകൂടി കരുത്തുറ്റതാക്കാൻ സാധിച്ചേക്കും. പിന്നീട് മുഹമ്മദ് ഷമി, നമുക്കറിയാം ഇന്ത്യയുടെ എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആയിട്ടുള്ള മുഹമ്മദ് ഷമി ഇത്തവണ ഓപ്ഷനിലേക്ക് വരുന്നുണ്ട്. സോ ഷമിയും അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് നോക്കാൻ പോകുന്ന കുറച്ച് വിദേശ പേസ് ബോളേഴ്സിന് വേണ്ടിയായിരിക്കും. ട്രെൻറ്റ് ബോൾട്ട്, അതോടൊപ്പം തന്നെ ജോഷ് ഹേസൽവുഡ്, ശ്രീലങ്കൻ താരമായിട്ടുള്ള നുവാൻ തുഷാര തുടങ്ങിയ താരങ്ങളും KKR തങ്ങളുടെ റഡാറിൽ ഉൾപ്പെടുത്തിയേക്കും. നമുക്കറിയാം ബോൾട്ട് കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ പ്ലെയർ ആയിരുന്നു. ഏർലി വിക്കറ്റ് ടേക്കറാണ്. പവർ പ്ലേയിൽ ന്യൂ ബോളിൽ വിക്കറ്റുകൾ എടുക്കാനുള്ള എബിലിറ്റി ഉള്ള താരമാണ് ട്രെൻറ്റ് ബോൾട്ട്. സോ ബോൾട്ടിനെ കൊണ്ടുവന്നാൽ KKRനെ സംബന്ധിച്ച് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നുകൂടി കരുത്തുറ്റതാക്കാൻ സാധിച്ചേക്കും. പിന്നെ ജോഷ് ഹേസൽവുഡ്, ഓസ്ട്രേലിയൻ പ്ലെയറാണ് ഹേസൽവുഡ്. കഴിഞ്ഞ IPL സീസണിൽ അദ്ദേഹം കളിച്ചിരുന്നില്ല. സോ ഇത്തവണ അദ്ദേഹം ഓപ്ഷനിലേക്ക് തിരികെ എത്തുന്നുണ്ട്. ഹേസൽവുഡിനെ ഒരു ലോ ബഡ്ജറ്റ് പ്ലെയറായിട്ട് KKRന് കൊണ്ടുവരാൻ സാധിച്ചേക്കും. നുവാൻ തുഷാര കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ താരമായിരുന്നു തുഷാര. അത്ര മികച്ച പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചില്ല. സോ ഇത്തവണ ഒരു ലോ ബഡ്ജറ്റ് പ്ലെയറായിട്ട് വേണമെങ്കിൽ KKRന് നുവാൻ തുഷാരെ കൂടി പരിഗണിച്ചേക്കാം. പിന്നീട് അവർ നോക്കുക, തങ്ങളുടെ കഴിഞ്ഞ സീസണിൽ അവരുടെ ടോപ്പ് ഓർഡറിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നിതീഷ് റാണ, വെങ്കടേഷ് അയ്യർ തുടങ്ങിയ താരങ്ങളെ അവരൊരു പക്ഷേ തിരികെ കൊണ്ടുവന്നേക്കും. നിതീഷ് റാണയും അതുപോലെ തന്നെ വെങ്കടേഷ് അയ്യരെയും ഒരു പക്ഷേ എല്ലാം മോസ്റ്റ് പ്രോബബിളി KKR ലോ ബഡ്ജറ്റിൽ തന്നെ തിരികെ കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടത്തിയേക്കും. നമുക്കറിയാം റാണയും അതോടൊപ്പം തന്നെ വെങ്കടേഷ് അയ്യരും സ്ക്വാഡിലേക്ക് എത്തുകയാണെങ്കിൽ KKRനെ സംബന്ധിച്ച് ടോപ്പ് ഓർഡറിൽ കുറച്ചുകൂടി മികച്ച ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാനും, അങ്ങനെയാണെങ്കിൽ ബോളിംഗ് അടക്കമുള്ള ക്രൂഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ഫോറിൻ പ്ലെയേഴ്സിനെ കളിപ്പിക്കാൻ കൂടി അവർക്ക് ആ ഒരു നീക്കങ്ങൾ നടത്തിയാൽ സാധിച്ചിരിക്കും. സോ ഇതാണ് KKRൻ്റെ ഒരു സാധ്യത ടാർഗറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.